പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കാൻ ഒരുങ്ങുമ്പോൾ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഓഗസ്റ്റ് 18-നും 19-നും ന്യൂഡൽഹിയിലാണ്. രണ്ട് ഏഷ്യൻ ഭീമന്മാർ തങ്ങളുടെ വഷളായ ഉഭയകക്ഷി ബന്ധം നന്നാക്കാൻ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടോ? ഇത് ബന്ധം സാധാരണ നിലയിലാക്കാനും ഇരുവർക്കുമിടയിൽ കൂടുതൽ സ്ഥിരത വളർത്തിയെടുക്കാനുമുള്ള ഒരു നീക്കത്തെ സൂചിപ്പിക്കുന്നു. ഉന്നതതല ഉഭയകക്ഷി ഇടപെടലുകളുടെ ഒരു പരമ്പര തന്നെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. 2020 ജൂണിൽ ഗാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടലുകളെ തുടർന്ന് വലിയ സമ്മർദ്ദത്തിലായ ഉഭയകക്ഷി ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നു. 2025 ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 1 വരെ ടിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന SCO ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കും. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. പ്രധാനമന്ത്രി മോദിയുടെ 6ാമത്തെ ചൈന സന്ദർശനമാണിത്. വാങ് യി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി അതിർത്തി ചർച്ചകൾ നടത്തുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി ചർച്ചകൾക്കായി സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ്സ് SR ലെവൽ ചർച്ചകളുടെ 24ാം റൗണ്ടാണിത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഡോവൽ ചൈനയിലേക്ക് പോയി വാങ് യിയുമായി SR തല ചർച്ചകൾ നടത്തി. ജൂണിൽ നടന്ന SCO സുരക്ഷാ കൗൺസിൽ സെക്രട്ടറിമാരുടെ 20ാമത് യോഗത്തിനിടെയാണ് ഇരുവരും അവസാനമായി കണ്ടുമുട്ടിയത്. ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധങ്ങൾ മൊത്തത്തിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും വാങ് ഊന്നിപ്പറഞ്ഞു. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും വാങ് ചർച്ച നടത്തും. അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിനിടെ ചൈന പാകിസ്ഥാന് റിയൽ ടൈം ഇൻ്റലിജൻസും ഗണ്യമായ സൈനിക പിന്തുണയും നൽകുന്നുണ്ടെന്ന് ഇന്ത്യ ആരോപിച്ചിരുന്നു. എന്നാൽ അടുത്തിടെ ചൈനയിൽ ഒരു മഞ്ഞുവീഴ്ച ഉണ്ടായിട്ടുണ്ട്. 2024 ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടന്ന 16ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ ഇടയിൽ നടന്ന മോദി ഷി ജിൻപിങ് ഉഭയകക്ഷി കൂടിക്കാഴ്ചയോടെയാണ് ഇത് ആരംഭിച്ചത്. താമസിയാതെ ഡെപ്സാങ്ങിലെയും ഡെംചോക്കിലെയും യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ പെട്രോളിംഗ് ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ഇരുപക്ഷവും ധാരണയിലെത്തി. ഗാൽവാന് ശേഷമുള്ള അവസാന സംഘർഷ പോയിന്റുകൾ നീക്കം ചെയ്തു. SCO യോഗങ്ങളിൽ പങ്കെടുക്കാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ജയശങ്കറും കഴിഞ്ഞ 2 മാസത്തിനിടെ ചൈന സന്ദർശിച്ചു. കൈലാസ് മാനസ സരോവർ യാത്ര പുനരാരംഭിക്കാൻ ബെയ്ജിംഗ് അനുവദിച്ചതും ചൈനീസ് പൗരന്മാർക്ക് ടൂറിസ്റ്റ് വിസ നൽകുന്നത് ഡൽഹി പുനരാരംഭിച്ചതും മറ്റു ചില നേട്ടങ്ങളാണ്. നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനായി ഇന്ത്യയുമായി അടുത്ത ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് ചൈന സ്ഥിരീകരിച്ചു. ഇത് 5 വർഷത്തെ സസ്പെൻഷൻ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട്. 5 വർഷത്തെ മരവിപ്പിന് ശേഷം ഉത്തരാഖണ്ഡിലെ ലിബുലേഖ് പാസ്, ഹിമാചൽ പ്രദേശിലെ ചിപ്കീല പാസ്, സിക്കിമിലെ നാഥുല പാസ് എന്നിവിടങ്ങളിൽ നിയുക്ത വ്യാപാര കേന്ദ്രങ്ങൾ വഴി അതിർത്തി വ്യാപാരം പുനരാരംഭിച്ചു. ട്രംപിൻ്റെ ശക്തമായ പ്രസ്താവനകളും വിവേചനപരമായ താരിഫുകളും കാരണം ഒരിക്കൽ അസംഭവ്യമെന്ന് തോന്നിയ ഇന്ത്യ ചൈന ബന്ധത്തിൽ ഒരു മഞ്ഞുരുകൽ സംഭവിക്കുകയാണ്. അല്ലെങ്കിൽ കുറഞ്ഞത് അതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ എന്നിവയെങ്കിലും ഇപ്പോൾ സംഭവിച്ചേക്കാം. ബുദ്ധമതവും സിൽക്ക് റോഡും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന സഹസ്രാബ്ദങ്ങളുടെ നാഗരിക ബന്ധമാണ് ഇന്ത്യയും ചൈനയും പങ്കിട്ടത്. എന്നിരുന്നാലും 20ാം നൂറ്റാണ്ടിൻ്റെ മധ്യം മുതൽ ഈ ബന്ധത്തിൽ ആധിപത്യം പുലർത്തുന്നത് പ്രാദേശിക തർക്കങ്ങളും സുരക്ഷാ ആശങ്കകളുമാണ്. 1950-ൽ ചൈന ടിബറ്റ് പിടിച്ചടക്കിയതോടെയാണ് വഴിത്തിരിവുണ്ടായത്. ഇതൊരു തർക്ക അതിർത്തി സൃഷ്ടിച്ചു. 1962-ലെ ഇന്ത്യ ചൈന യുദ്ധം ആഴത്തിനുള്ള മുറിവുകൾ അവശേഷിപ്പിച്ചു. തുടർന്ന് 67-ൽ നാഥുലായിലും ചോലായിലും ഏറ്റുമുട്ടലുകളും 87-ൽ തുംഡോറോങ് ചു സംഘർഷവും അടുത്തിടെ 2017-ലെ ഡോക്ലാം സംഘർഷവും 2020-ലെ ഗുരുതരമായ ഗാൽവാൻ താഴ്വരയിലെ സംഘർഷവും 3488 കിലോമീറ്റർ ദൈർഘ്യമുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സമാധാനത്തിൻ്റെ ദുർബലതയെ അടിവരയിടുന്നു. പാകിസ്ഥാനുമായുള്ള ചൈനയുടെ അടുത്ത ബന്ധം ഇന്ത്യയെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പാക് അധിനിവേശ കാശ്മീർ വഴി കടന്നുപോകുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി CPEC അത് സംബന്ധിച്ച് ഇന്ത്യക്ക് വളരെ വലിയ അസ്വസ്ഥതയാണ് ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലെ വിമത ഗ്രൂപ്പുകളുമായുള്ള ചൈനയുടെ ബന്ധവും ദക്ഷിണ ചൈന കടലിലെ ചൈനയുടെ നിലപാടുകളും ഈ അവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ടിബറ്റൻ പ്രവാസി സമൂഹത്തോടുള്ള ഇന്ത്യയുടെ ആതിഥ്യ മര്യാദയും ക്വാഡിലെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തവും ചൈനയെ സംബന്ധിച്ചിടത്തോളം ആശങ്കകൾ ഉയർത്തുന്നു.
ആവർത്തിച്ചിട്ടുള്ള സംഘർഷങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങളും സാമ്പത്തിക സഹകരണം തേടിയിട്ടുണ്ട്. അങ്ങനെ ബന്ധം ഏറ്റുമുട്ടലിനും ജാഗ്രതയോടെയുള്ള ഇടപെടലിനും ഇടയിൽ ചാഞ്ചാടുന്നു. ഈ രീതിയെ പലപ്പോഴും മാനേജ്ഡ് റൈവൽറി എന്ന് വിശേഷിപ്പിക്കുന്നു. കഴിഞ്ഞ ദശകത്തിൽ മോദിയും ഷി ജിൻപിങ്ങും തമ്മിലുള്ള വ്യക്തിപരമായ നയതന്ത്ര ബന്ധങ്ങളുടെ ഒരു ചട്ടക്കൂട് തന്നെ രൂപപ്പെടുത്തി. 2014 അഹമ്മദാബാദിൽ മോദി ഷിയെ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ ആതിഥേയത്വം വഹിച്ചപ്പോഴാണ് അവരുടെ ആദ്യത്തെ പ്രധാന കൂടിക്കാഴ്ച നടന്നത്. ഒരു വർഷത്തിന് ശേഷം ഷി ജിൻപിങ് മോദിയെ സിയാനിൽ സ്വീകരിച്ചു. ഇതൊരു അപൂർവ ബഹുമതിയായി അടയാളപ്പെടുത്തി. എന്നാൽ ആ ബന്ധത്തിന് ഉടൻ തന്നെ ഒരു തിരിച്ചടി നേരിട്ടു. 2016 ആയപ്പോഴേക്കും ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പട്ടികപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ ചൈന വീറ്റോ ചെയ്യുകയും ആണവ വിതരണ ഗ്രൂപ്പിൽ NSG അതിൽ ഇന്ത്യ പ്രവേശിക്കുന്നത് തടയുകയും ചെയ്തു. CPEC അഥവാ ചൈന പാകിസ്ഥാൻ എക്കോണമിക് കോറിഡോർ POK വഴി കടന്നു പോകുന്നതിനെ മോദി എതിർത്തു. 2017 ഡോക്ലാം സംഘർഷത്തിനിടെ സംഘർഷങ്ങൾ ഉച്ചസ്ഥായിയിലെത്തി. എന്നാൽ ആ പ്രതിസന്ധി നയതന്ത്രപരമായി അവസാനിക്കുകയും പുനഃക്രമീകരണത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. ആ വർഷം അവസാനം നടന്ന ഷിയാമെൻ ബ്രിക്സ് ഉച്ചകോടിയിലും 2018 വുഹാൻ അനൗപചാരിക ഉച്ചകോടിയും വ്യക്തിപരമായ ബന്ധം പുനഃസ്ഥാപിച്ചു. വുഹാനിൽ ആശയവിനിമയം മെച്ചപ്പെടുത്താനും സംഘർഷം ഒഴിവാക്കാനും മോദിയും ഷിയും തങ്ങളുടെ സൈനികർക്ക് നിർദ്ദേശം നൽകി. അതിർത്തി താൽക്കാലികമായി സ്ഥിരപ്പെടുത്തിയ ഒരു നടപടിയായി അത് മാറി. 2019 ചെന്നൈ ഔപചാരിക ഉച്ചകോടിയിൽ മഹാബലിപുരത്ത് ഇരു നേതാക്കളും ഒരു സാംസ്കാരിക സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ഇത് സംസ്കാര ബന്ധത്തെ എടുത്തു കാണിച്ചു. എന്നാൽ 2020 ഗാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടൽ ഒരു വലിയ വിള്ളൽ വീഴ്ത്തി. ഇത് ഉയർന്ന തലത്തിലുള്ള രാഷ്ട്രീയ ബന്ധത്തിൽ ഒരു നീണ്ട മരവിപ്പിന് കാരണമായി. 2024 ഒക്ടോബറിൽ മാത്രമാണ് ബ്രിക്സ് ഉച്ചകോടിയുടെ ഇടയിൽ റഷ്യയിലെ കസാനിൽ രണ്ട് നേതാക്കളും വീണ്ടും കൂടിക്കാഴ്ച നടത്തിയത്. ശേഷിക്കുന്ന ഫ്ലാഷ് പോയിന്റുകളിൽ സമാധാനത്തെക്കുറിച്ചും SR ലെവൽ അതിർത്തി ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയെക്കുറിച്ചും ആ കൂടിക്കാഴ്ച ധാരണയിലെത്തി. അങ്ങനെ മോദിയുടെ വരാനിരിക്കുന്ന ടിയാൻജിൻ സന്ദർശനം അതിനെ അടിസ്ഥാനമാക്കി ഉള്ളതാണ്. പതിറ്റാണ്ടുകളായി LACയിലെ പിരിമുറുക്കങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യയും ചൈനയും നിരവധി CBMകൾ അഥവാ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ കരാറുകൾ അതിർത്തിക്കടുത്തുള്ള സൈനികാഭ്യാസങ്ങളുടെ വലിപ്പവും സാമീപ്യവും പരിമിതപ്പെടുത്തുന്നു. പ്രധാനപ്പെട്ട സൈനിക നീക്കങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയിക്കേണ്ടത് നിർബന്ധമാക്കുന്നു. കൂടാതെ ഫ്ലാഗ് മീറ്റിങ്ങുകളും കമാൻഡർമാർക്കിടയിൽ ഹോട്ട്ലൈൻ ലിങ്കുകളും സ്ഥാപിക്കുന്നു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തിനെതിരായ സഹകരണം, വ്യോമാതിർത്തി ലംഘനങ്ങൾ അല്ലെങ്കിൽ ആകസ്മികമായ കടന്നുകയറ്റങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. തെറ്റിദ്ധാരണകൾ സംഘർഷത്തിലേക്ക് നീങ്ങുന്നത് തടയുന്നതിനാണ് ഇത്തരം സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും CBMS തെറ്റുപറ്റാത്തവയല്ല. ഇരുപക്ഷങ്ങളും ഇടയ്ക്കിടെ അവയെ വ്യത്യസ്തമായി ലംഘിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇത് സംഘർഷത്തിലേക്ക് നയിക്കുന്നു. എന്നിരുന്നാലും അന്തിമ അതിർത്തി പരിഹാരത്തിൻ്റെ അഭാവത്തിൽ അവ ഒരു ആവശ്യ ബഫർ സോൺ നൽകുകയും അപകട സാധ്യത കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും മികച്ച ഉപകരണങ്ങളായി തുടരുകയും ചെയ്യും. വ്യാപാര കമ്മിയും സാമ്പത്തിക ബന്ധങ്ങളും. സാമ്പത്തിക ശാസ്ത്രം ബന്ധത്തിൻ്റെ ഒരു വിരോധാഭാസ സ്തംഭമായി തുടരുന്നു. 2024-25 ഉഭയകക്ഷി വ്യാപാരം $127.7 ബില്യൺ ഇന്ത്യയുടെ കയറ്റുമതി $127 ബില്യൺ വെറും $14.9 ബില്യൺ ആയിരുന്നു. ഇത് $99.2 ബില്യൺ റെക്കോർഡ് വ്യാപാര കമ്മി അവശേഷിപ്പിച്ചു. ഇന്ത്യ പ്രധാനമായും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഇരുമ്പയിര് തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നു. അതേസമയം വലിയ അളവിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ്, ടെലികോം ഉപകരണങ്ങൾ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, ബാറ്ററികൾ, സോളാർ മോഡ്യൂളുകൾ എന്നിവ ഇറക്കുമതി ചെയ്യുന്നു. ഈ അസന്തുലിതാവസ്ഥ ഇന്ത്യ ചൈനീസ് വിതരണ ശൃംഖലകളെ ആശ്രയിക്കുന്നതിന് അടിവരയിടുന്നു. വ്യാപാരം വൈവിധ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കുള്ള വിപുലമായ ഔഷധ കയറ്റുമതി, ഹൈടെക് വ്യാപാരങ്ങൾക്ക് നിർണായകമായ റെയർ എർത്ത് മാഗ്നറ്റിൻ്റെ കാര്യത്തിലെ സഹകരണം, പുതുക്കിയ വളം കയറ്റുമതി, പ്രത്യേകിച്ച് യൂറിയ എന്നിവ ചർച്ചകളിൽ ഉൾപ്പെടുന്നു.
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കമ്മി കുറയ്ക്കുന്നത് ഒരു സാമ്പത്തിക ലക്ഷ്യം മാത്രമല്ല, ആത്മനിർഭർ ഭാരത് പോലുള്ള സ്വാശ്രയ ക്യാമ്പയിനുകളുമായി ബന്ധപ്പെട്ട ഒരു തന്ത്രപരമായ അനിവാര്യത കൂടിയാണ്. ഡ്രാഗൺ എലിഫന്റ് ടാങ്കോ എന്ന ആശയം രണ്ട് ഏഷ്യൻ ഭീമന്മാർ തമ്മിലുള്ള സഹകരണ ബന്ധങ്ങളുടെ സാധ്യതകളെ സൂചിപ്പിക്കുന്നു. സ്ഥിരതയുള്ള ബന്ധങ്ങൾ ഇരു രാജ്യങ്ങളുടെയും സൈനിക ഇടപെടലുകളിൽ നിന്ന് വികസനത്തിലേക്ക് വിഭവങ്ങൾ വഴിതിരിച്ചു വിടാൻ അനുവദിക്കും. സാമ്പത്തികമായി പരസ്പര പൂരകതകൾ വ്യക്തമാണ്. റെയർ എർത്ത് ഉൽപ്പാദനം, APIകൾ അഥവാ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്, സൗരോർജ സാങ്കേതികവിദ്യ എന്നിവയിൽ ചൈന ആധിപത്യം പുലർത്തുന്നു. അതേസമയം ഇന്ത്യ വിശാലമായ ഉപഭോക്തൃ വിപണിയും വളരുന്ന സാങ്കേതികവിദ്യയും ഔഷധ നിർമ്മാണത്തിൻ്റെ അടിത്തറയും വാഗ്ദാനം ചെയ്യുന്നു. പരസ്പരം രണ്ട് സമ്പദ് വ്യവസ്ഥകളുടെയും വളർച്ച ഈ സഹകരണം നിലനിർത്തും. ആഗോളതലത്തിൽ ബ്രിക്സ്, SCO, G20, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് തുടങ്ങിയ വേദികളിൽ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് ഗണ്യമായ സ്വാധീനം ചെലുത്തുന്നു. ആഗോള വ്യാപാരത്തിലും സാമ്പത്തിക ഭരണത്തിലും പരിഷ്കാരങ്ങൾ രൂപപ്പെടുത്താൻ ഏകോപിത നിലപാടുകൾക്ക് കഴിയും. ഇത് പാശ്ചാത്യ ആധിപത്യം കുറയ്ക്കും. അത്തരമൊരു ടാങ്കോ വിജയിക്കണമെങ്കിൽ ഇരുപക്ഷവും പരസ്പരം തന്ത്രപരമായ സംവേദനക്ഷമതയെ ബഹുമാനിക്കണം. CPECയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകളും ക്വാഡിനെക്കുറിച്ചുള്ള ചൈനയുടെ ഉത്കണ്ഠകളും പരിഹരിക്കപ്പെടണം. എന്തൊക്കെയാണ് മുന്നിലുള്ള വെല്ലുവിളികൾ? ഇളവുണ്ടായിട്ടും വെല്ലുവിളികൾ ശക്തമാണ്. LAC പലപ്പോഴും തർക്കത്തിലായതിനാൽ അതിർത്തി തർക്കം പരിഹരിക്കപ്പെട്ടിട്ടില്ല. പ്രാദേശിക സംഭവങ്ങൾ എത്ര വേഗത്തിൽ വഷളാകുമെന്ന് ഡോക്ലാമും ഗാൽവാനും പോലുള്ള എപ്പിസോഡുകൾ കാട്ടിത്തരുന്നു. സമഗ്രമായ ഒരു ഒത്തുതീർപ്പില്ലാതെ CBMകളുടെ ആയുസ് അനിശ്ചിതത്വത്തിലാണ്. പാകിസ്ഥാനുമായുള്ള ചൈനയുടെ എല്ലാ കാലാവസ്ഥയിലുമുള്ള പങ്കാളിത്തം ഇന്ത്യയുടെ സുരക്ഷാ കണക്കുകൂട്ടലിനെ സങ്കീർണമാക്കുന്നു, പ്രത്യേകിച്ച് CPEC POK വഴി കടന്നുപോകുന്നത്. അതേസമയം ഇന്ത്യ കോഡ് ആൻഡ് ആക്ടിസ്റ്റ് നയത്തിലൂടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ്. ഇത് ഇൻഡോ പസഫിക്കിലെ ചൈനയുടെ നിലപാടിനെതിരെയുള്ള ജാഗ്രതയെ സൂചിപ്പിക്കുന്നു. ബ്രഹ്മപുത്ര നദിയുടെ ഒഴുക്കിൻ്റെ ഭൂരിഭാഗവും ഇന്ത്യക്ക് ലഭിക്കുന്നത് സ്വന്തം പ്രദേശത്തിനുള്ളിൽ നിന്ന് തന്നെയാണെങ്കിലും മോൾഭാഗങ്ങളിൽ ചൈന അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിനാൽ ജലസുരക്ഷ മറ്റൊരു ആശങ്കയാണ്. സാമ്പത്തികമായി ഇന്ത്യ അതിൻ്റെ വ്യാപാര കമ്മി പരിഹരിക്കുകയും ചൈനീസ് ഇറക്കുമതിയെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും വേണം. പ്രാദേശികതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുക. ബിംസ്റ്റെക് പോലുള്ള ഫോറങ്ങളിലൂടെ വൈവിധ്യവൽക്കരണം, ASEAN, ജപ്പാൻ, ഓസ്ട്രേലിയ, യൂറോപ്പ് എന്നിവയുമായുള്ള ആഴത്തിനുള്ള ബന്ധം എന്നിവ ഈ ദിശയിലേക്കുള്ള ചുവടുവയ്പ്പുകളാണ്. ചൈനീസ് കടബാധ്യതയുള്ള പദ്ധതികളിൽ ആശങ്കയുള്ള ചെറിയ ദക്ഷിണേന്ത്യൻ അയൽക്കാരും ഇന്ത്യയുമായുള്ള അടുത്ത ബന്ധത്തിന് ഇപ്പോൾ തയ്യാറാണ്. വിശാലമായ മത്സരം അപ്രത്യക്ഷമാകാൻ സാധ്യതയില്ല, എന്നാൽ ജാഗ്രത, വൈവിധ്യവൽക്കരണം എന്നിവയിലൂടെ അത് ഫലപ്രദമായി കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബ്രിക്സ്, SCO മുതലായവയെ പോലെ ഉഭയകക്ഷി അല്ലെങ്കിൽ പ്രാദേശിക സഹകരണത്തിലൂടെ ഇന്ത്യയും ചൈനയും തുറന്ന ആശയ വിനിമയ മാർഗങ്ങൾ നിലനിർത്തേണ്ടതുണ്ട്. പരസ്പര ബഹുമാനം, പരസ്പര സംവേദനക്ഷമത, പരസ്പര താൽപ്പര്യം എന്നീ 3 ഫോർമുലകളെ അടിസ്ഥാനമാക്കി അവർ ബന്ധം പുനർനിർമ്മിക്കേണ്ടതുണ്ട്. അനാവശ്യമായ സംഘർഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇടപെടലിനൊപ്പം പരമാധികാരം നിലനിർത്തുന്നതിനൊപ്പം തന്ത്രപരമായ ജാഗ്രതയും ഇന്ത്യ സന്തുലിതമാക്കണം. ദി ഇന്ത്യ വേ, സ്ട്രാറ്റജീസ് ഫോർ ആൻ അൺസർട്ടൈൻ വേൾഡ് എന്ന തൻ്റെ പുസ്തകത്തിൽ ചൈനയെ കൈകാര്യം ചെയ്യുന്നത് യാഥാർത്ഥ്യബോധം, ചടുലത, തന്ത്രപരമായ വ്യക്തത എന്നിവ കൊണ്ടാണെന്ന് ജയശങ്കർ വാദിക്കുന്നു. ഈ സാഹചര്യത്തിൽ വലിയ ശാക്തിക മത്സരങ്ങളിൽ ഒരു പ്രോക്സിയായി മാറാതെ പ്രതിരോധവുമായി ഇടപഴകൽ സന്തുലിതമാക്കുന്നതിനും ആഗോള പങ്കാളിത്തങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനും അതിൻ്റെ താൽപ്പര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു സ്ഥിരമായ രീതി ഇന്ത്യ പിന്തുടരുന്നത് വിവേകപൂർണമായിരിക്കും.